ദേ ബട്ടു ഇതും കൂടി. തീർന്നു. ജ്യൂസ് കുടിക്ക ഫ്രഷ് മൂസാമ്പിലുണ്ടാക്കിയതാ. സിറ്റിയിൽ ഇതാ ഇൻവിസിബിൾ മോഷ്ടാക്കൾ വന്നിരിക്കുന്നു. ഈ മോഷ്ടാക്കളെ ആരുടെ കണ്ണുകൊണ്ടും കാണാൻ സാധിക്കില്ല. ജ്വല്ലറി ഷോപ്പിൽ ഇവർ പോയി ഒറിജിനൽ ജ്വല്ലറി എടുത്ത് ഡ്യൂപ്ലിക്കേറ്റ് ജ്വല്ലറി വെച്ചിട്ട് വരികയാണ്. എല്ലാ ജ്വല്ലറി ഉടമകളും വളരെ വിഷമത്തിലാണ്. ഇൻസ്പെക്ടർ മൻമാനി സാർ ഇതിനൊക്കെ കാരണം ഗട്ടുബട്ടു ആണെന്നാണ് പറയുന്നത്. കാരണം ഗട്ടുബട്ടുവിന്റെ സെക്യൂരിറ്റികളാണ് അവിടെ നിൽക്കുന്നത്. നിങ്ങൾ ഞങ്ങളുടെ ന്യൂസ് തത്സമയം കണ്ടുകൊണ്ടിരിക്കൂ. സാബ്ജി വേഗം ജ്യൂസ് കുടിച്ചോളൂ, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും വന്ന് കുടിക്കും. ബട്ടുയുടെ സിക്സ് സെൻസ് പറയുന്നു ഇവിടെ എന്തോ പ്രശ്നം വരാൻ പോകുന്നുവെന്ന്. എന്താണെന്ന് അറിയില്ല. ഓ എന്റെ ബട്ടു, നീ എന്താ ഈ കാണിച്ചത്? ഹോളി വരുന്നതിന് മുമ്പ് തന്നെ നീ കളർ എടുത്ത് എറിയാണോ? ബട്ടു നിങ്ങൾ ഞാനിപ്പോ എന്താ ചെയ്യാന്ന് വെച്ചോ? സോറി മൻമാനി സാർ, ഞാൻ വേണമെന്ന് വെച്ച് ചെയ്തതല്ല. സത്യമായിട്ടും ഞാൻ ഇത്ര നേരം ന്യൂസ് കാണുമായിരുന്നു. ന്യൂസ് പിന്നെ ടിങ് ടോങ് ജ്യൂസ് കൊണ്ടെന്ന് വെച്ചിട്ട് പോയി. ഞാനത് ജ്യൂസ് ആണെന്ന് വിചാരിച്ചിട്ട് അത് ഇങ്ങനെ എടുത്തതോ ഇതേപോലെ ഇങ്ങനെ വായിലിട്ടു. ഇതുപോലെയാണ് എനിക്ക് നിങ്ങളുടെ ഫേസിലായത്. സോറി സാർ, വെരി സോറി. ഞാനിപ്പോ തുടച്ചുതരാം. ഇപ്പൊ തന്നെ തുടച്ചുതരാം. ഞാനാണ് ഇൻസ്പെക്ടർ മൻമാണി. എന്നെ കണ്ടാൽ എല്ലാവരും വിറയ്ക്കും. നിങ്ങൾ രണ്ടുപേർക്കും ഞാൻ ആരാണെന്ന് കാണിച്ചു തരാം. വരൂ, ജയിലിലേക്ക് വരൂ. അല്ലല്ല, എന്തിനാണ് ഞങ്ങളെ ജയിലിലിടാൻ പോകുന്നത്? അറിയാതെ നിങ്ങളുടെ മുഖത്ത് ഇങ്ക് തുപ്പിയതിനാണോ ജയിലിലിടാൻ പോകുന്നത്? അറിയാതെ ചെയ്തെന്ന് നിങ്ങൾ അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ലേ? നിങ്ങൾ ഒഴിച്ചതല്ല, എന്റെ മുഖത്ത് തുപ്പിയതാണ്. ഞാൻ നിങ്ങൾ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നതായിരുന്നു. ഇപ്പോൾ നിങ്ങൾ ഇങ്കന്റെ മുഖത്ത് തുപ്പിയിട്ട് രക്ഷപ്പെടാൻ ശ്രമിച്ചു അല്ലേ? ഓ ചമ്മക് സിംഗ്, അറസ്റ്റ് ചെയ്യൂ ഇവരെ. ഓടരുത്. നിങ്ങൾ അഥവാ ഓടാൻ ശ്രമിച്ചാൽ ഞാൻ നിങ്ങളെ ഇതുപോലെ ഓടി വന്ന് പിടിക്കുന്നതായിരിക്കും. കാരണം നിയമത്തിന്റെ കൈകൾക്ക് നീളം കൂടുതലാണ്. ബട്ടു, നമ്മൾ ഇന്ന് രാവിലെ ജോഗിങ്ങിന് പോകാൻ മറന്നുപോയി. ബായ്, ഓടാ. കെട്ടുപെട്ടു, അവിടെ നിൽക്കോ. നിയമത്തിന്റെ കൈകൾക്ക് നീളം കൂടുതലാണ്. ഞാൻ നിങ്ങളെ വെറുതെ വിടില്ല. സാറേ, അവര് ഓടിപ്പോയി. സാറെന്തിനാണ് ഇപ്പൊ ചിരിക്കുന്നത്? ചമ്മക് സിംഗ്, നീ എന്താണ് എന്നെ കുറിച്ച് ധരിച്ചു വെച്ചിരിക്കുന്നത്? നിയമത്തിന്റെ ചിന്തകൾ വളരെ ആസൂത്രിതമായിരിക്കും. വളരെ ആസൂത്രിതം. ഗട്ടുബട്ടുവിന്റെ മുകളിലാണ് ഞാനിപ്പോൾ കുറ്റം ചുമത്തിയിരിക്കുന്നത്. ഇനി നീ കണ്ടോ, അവര് രണ്ടുപേരും അവരെ രക്ഷപ്പെടുത്തുവാൻ വേണ്ടി എന്ത് ത്യാഗം സഹിച്ചും ആ കുറ്റവാളികളെ കണ്ടുപിടിച്ച് തരുന്നതായിരിക്കും. ഈ ജോലി ചെയ്യുന്നത് അവരും, പക്ഷെ അതിന്റെ ക്രെഡിറ്റ് എനിക്കും കിട്ടുന്നതായിരിക്കും. സാറ് ഭയങ്കര സംഭവമാണ് സാറേ. സാറിന്റെ ബുദ്ധി വെച്ച് നമുക്ക് ആരെയും പിടിക്കാൻ പറ്റുമെന്നുള്ള കാര്യം എനിക്കിപ്പോൾ ഉറപ്പായി എന്റെ സാറേ. ഇതിനാണ് പറയാ 100 സ്വർണത്തിനും 1 സ്വർണത്തിനും തമ്മിലുള്ള വ്യത്യാസം. നമ്മൾ ഇൻവിസിബിൾ കള്ളൻ എന്ന പേരിൽ ഫേമസ് ആയിരിക്കുകയാണ്. ആർക്കും അറിയില്ല നമ്മൾ എങ്ങനെയാണ് കക്കുന്നതെന്ന്. ആദ്യത്തെ ദിവസം നമ്മൾ ഏതെങ്കിലും ഒരു ജ്വല്ലറി ഷോപ്പിൽ ചെന്ന് അവിടെയുള്ള എല്ലാ ആഭരണങ്ങളും ഫോട്ടോ എടുത്തുകൊണ്ട് വരും. സെക്കൻഡ് ഡേ അതേപോലെ ഡ്യൂപ്ലിക്കേറ്റ് ജ്വല്ലറി നമ്മൾ ഉണ്ടാക്കുന്നു. മൂന്നാമത്തെ ദിവസം അതേ ഒറിജിനൽ സാധനം എടുത്ത് ഡ്യൂപ്ലിക്കേറ്റ് സാധനം അവിടെ വെക്കുന്നു. ആരും കാണാതെയും അറിയാതെയും. ആർക്കും ഇതിനെ കുറിച്ച് ഒന്നും അറിയില്ല. എങ്ങനെ മോഷണം നടന്നു, എപ്പോ നടന്നു എന്ന്. എന്റെ പ്ലാനിനെ കുറിച്ച് എനിക്ക് തന്നെ അഭിമാനം തോന്നുന്നു. ബോസേ, വല്ലാതെ തണുക്കാൻ തുടങ്ങിയിരിക്കുക. നമുക്ക് വേഗം ഇവിടുന്ന് സ്ഥലം വിട്ടേക്കാം, അതാ നല്ലത്. ഹാമർ ഇപ്പൊ ചൂടായിട്ടുണ്ട്, അതിനൊന്ന് തട്ടിയാ നല്ല രസം ഉണ്ടാവും. ഇനിയും 1-2 ദിവസം വെയിറ്റ് ചെയ്യാം. ഈ ഡ്യൂപ്ലിക്കേറ്റ് ജ്വല്ലറി നമുക്ക് ഒറിജിനൽ ആക്കി മാറ്റാം. അതിനുശേഷം വിശ്രാംപൂരിനെ വിഷ് ചെയ്തിട്ട് നമുക്ക് എല്ലാവർക്കും കുറെ ദൂരത്തേക്ക് എങ്ങോട്ടെങ്കിലും പോവാം. എന്താ സമ്മതമല്ലേ? വേഗം അകത്ത് കയറി, വേഗം.
നിങ്ങൾ എല്ലാവരും എല്ലാ സ്ഥലത്തും പോകണം. എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ എന്നെ വിളിച്ചറിയിക്കണം. ഗട്ടു സാറേ, ഞാൻ വിശ്രാംപൂർ ജ്വല്ലറിന്നാ വിളിക്കുന്നേ. ഇവിടെ ഇപ്പൊ ഒരു മോഷണം നടന്നു. ഒന്ന് വേഗം വരണേ, വേഗം. ബട്ടു, നമുക്ക് ഉടൻ തന്നെ പോകണം. വിശ്രാംപൂർ ജുവലേഴ്സിന്റെ അവിടെയാണ് സംഭവിച്ചിരിക്കുന്നത്. ആ വാ. ഗട്ടു, അവിടെയല്ല വാ, നമുക്ക് ടവറിന്റെ അടുത്ത് പോവാം. ടവറിന്റെ അടുത്ത്. ഓഹോ, പക്ഷെ നമുക്ക് പോകേണ്ടത് ഇങ്ങോട്ടല്ലേ? ആ അറിയാം. കള്ളൻ എവിടെ പോയാലും നമുക്ക് ആ ടവറിന്റെ മേലെ കേറുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നതായിരിക്കും. അത് ശരിയാണല്ലോ ബട്ടു, നീ പറഞ്ഞത് ശരിയാണ്. ഞാൻ അങ്ങനെ ആലോചിച്ചേയില്ല. ഹേ സൂപ്പർ ഗട്ടു, ആ സൈഡിൽ ഒരു വാൻ ഭയങ്കര സ്പീഡിൽ പോകുന്നത് പോലെ തോന്നുന്നുണ്ട്. ബട്ടുയുടെ സിക്സ്ത് സെൻസ് പറയുന്നു പ്രശ്നം ആ വണ്ടിയിലാണെന്ന്. ആ വണ്ടിയിൽ തന്നെയാണെന്ന്. ആ ശരിയായിരിക്കും ബട്ടു, പക്ഷെ ആ ജീപ്പ് വളരെ ദൂരെയാണല്ലോ. നമ്മൾ താഴെ എത്തുമ്പോഴത്തേക്കും അവര് വളരെ ദൂരെ പോയി കാണും. പക്ഷെ എന്തായാലും നമുക്ക് അവിടെ എത്തണം. ആ ഇപ്പൊ പിടികിട്ടി. ബൈ എയർ പോവാം. ഗട്ടു, നീ എന്തായി ചെയ്യുന്നത്? ഇത് വലിയ പ്രശ്നത്തിൽ പോയി തീരൂ. നല്ലോണം ആലോചിക്കേ. ഓഹോ എന്റെ ബട്ടു, ഡോണ്ട് വറി, എനിക്കൊന്നും സംഭവിക്കില്ല. അപകടവും പ്രശ്നങ്ങളും ഒന്നും നമുക്ക് വലിയ കാര്യമല്ലല്ലോ. ഗട്ടു എവിടെ പോയാലും ബട്ടു അവിടെ ഉണ്ടാകും. സൂപ്പർ ഗട്ടു ബൈ എയറിൽ അറ്റാക്ക് ചെയ്യാൻ പോയാൽ ബട്ടു ബൈ റോഡിൽ അറ്റാക്ക് ചെയ്യാൻ പോകും. ഞാൻ പോയി ജീപ്പ് എടുത്തോണ്ടാണ്. ജീപ്പ് നീ വിഷമിക്കണ്ട ഗട്ടു, ഞാൻ പുറകെ വരുന്നുണ്ട്. എന്താ ശബ്ദം? മേലെ പോയി നോക്ക എന്താണെന്ന്. വേഗം. വാ, മേലേക്ക് വാ. നിങ്ങൾ എന്താണ് എന്റെ കണ്ണിലേക്ക് ഇട്ടത്? എനിക്കൊന്നും കാണാൻ കഴിയുന്നില്ല. എന്റെ അമ്മേ. ഗട്ടു, നിനക്കൊന്നും പറ്റില്ലല്ലോ? ഒന്നും പറ്റില്ലല്ലോ? ആഹാ, എനിക്കൊന്നും പറ്റിയില്ലെന്നേ. പക്ഷെ നമുക്കിപ്പോ പോയി പ്രൊഫസറിനോട് സഹായം ചോദിക്കാം. ഗട്ടു, ഇവിടെ ഒന്നും ടച്ച് ചെയ്തിട്ടോ. എവിടെ വേണമെങ്കിലും ട്രാപ്പ് ഉണ്ടാകാൻ വളരെ സാധ്യതയുണ്ട്. നമ്മൾ ഭയങ്കര കെയർഫുൾ ആയില്ലെങ്കിൽ എന്ത് വേണമെങ്കിലും സംഭവിക്കും. നീ പറഞ്ഞത് ശരിയാണ് ബട്ടു, ഈ പ്രാവശ്യം ഒന്നും സംഭവിക്കാതെ നോക്കണം. എന്റെ അമ്മേ. ഗട്ടു, ബട്ടുയുടെ സുഹൃത്ത് ഗട്ടു എവിടെ പോയി? കാണുന്നില്ലല്ലോ. പ്രൊഫസർ, പ്രൊഫസറെ. ട്വിങ്കിൾ ട്വിങ്കിൾ ലിറ്റിൽ സ്റ്റാർ, എങ്ങനെയുണ്ട് എന്റെ ക്രിയേഷൻ? ഹലോ ബട്ടു. പ്രൊഫസർ, നിങ്ങളുടെ ക്രിയേഷൻസ് കണ്ട് ഞങ്ങൾ നേരെ മേലെ പോകുന്നാണ് തോന്നുന്നത്. ആദ്യം ഇത് പറയൂ, എന്റെ സുഹൃത്ത് എവിടെയാണുള്ളത്? അത് ആദ്യം പറഞ്ഞു തരൂ. ഓക്കെ മോനെ, നമുക്ക് അന്വേഷിക്കാം. പക്ഷെ എന്നോട് ആദ്യം ഇത് പറയൂ, നിങ്ങൾ ആദ്യം എന്താണ് തൊട്ടത്? ഞങ്ങൾ ഒന്നും തൊട്ടിട്ടില്ല. ഞങ്ങൾ വളരെ പതുക്കെ നടന്നു വരികയായിരുന്നു. എന്നിട്ട് ഗട്ടു എവിടെയാണ് കാല് വെച്ചത്? ശ്രദ്ധിച്ചു വരണ്ടേ? ഇനി നിങ്ങൾ ഈ സൈഡിൽ കൂടി വരൂ. ഇനി പറയൂ, എന്താ പ്രശ്നം? നിങ്ങൾ ഇൻവിസിബിൾ കള്ളനെ കുറിച്ചുള്ള ന്യൂസ് കണ്ടായിരുന്നോ? ആഹാ, കണ്ടിട്ടുണ്ട്. അവര് സ്വർണങ്ങളൊക്കെ മാറ്റി വെച്ച് പോകുന്നു. പിന്നെ അവരെ ആർക്കും കാണാനും പറ്റുന്നില്ല.
സത്യത്തിൽ അവര് നല്ല ബുദ്ധിയുള്ള കള്ളന്മാര് തന്നെ. ആമ് ഹാമു. നാട്ടിൽ മുഴുവനും മോഷണം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇൻസ്പെക്ടർ മന്മാനി ഞങ്ങളെയാണ് സംശയിക്കുന്നത്. അയാളെ നമ്മൾ തന്നെ പിടിച്ചു കൊടുത്തില്ലെങ്കിൽ മന്മാനി സാർ നമ്മളെ പിടിച്ച് ജയിലിലിടും. ബട്ടുവിന്റെ ഉള്ളിലുള്ള ഇൻവെസ്റ്റിഗേറ്റർ പറയുന്നു ആ ഇൻവിസിബിൾ കള്ളനെ പിടിക്കാൻ വേണ്ടി നമുക്കൊരു ഇൻവിസിബിൾ പൗഡർ കണ്ടുപിടിച്ചാൽ വളരെ നന്നായിരിക്കും. അതായത് നമുക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഇൻവിസിബിൾ ആവുന്ന പൗഡർ എന്റെ കയ്യിലുണ്ട്. അത് വിഷമിക്കണ്ട ബട്ടു. സൂപ്പർ. ഈ വിശ്വരാംപൂർ മൊത്തം നമുക്കിതിനെ കുറിച്ച് അറിയിക്കണം. അപ്പോൾ ആ ഇൻവിസിബിൾ കള്ളൻ ഈ പൗഡറിനെ തെരഞ്ഞ് എന്തായാലും ഇവിടെ എത്തുന്നതായിരിക്കും. തീർച്ചയായിട്ടും. അപ്പൊ നമുക്ക് അവനെ എങ്ങനെയെങ്കിലും പിടിക്കാം. എന്നിട്ട് അയാളെ മോഷ്ടിക്കാൻ നമ്മൾ സമ്മതിക്കും. എന്നിട്ട് മോഷ്ടിച്ചിട്ട് ഓടിപ്പോകുമ്പോ നമ്മൾ പോയി പിടിക്കും. കറക്റ്റ് അല്ലേ? ഇനി ബട്ടു ഗട്ടൂരിന്റെ അടുത്ത് അവർക്ക് ഒരിക്കലും രക്ഷപ്പെടാൻ സാധിക്കില്ല. വിശ്രാംപൂരിന്റെ ഏറ്റവും വലിയ സയന്റിസ്റ്റ് ഒരു പ്രത്യേക പൗഡർ കണ്ടുപിടിച്ചിരിക്കുകയാണ്. ആ പൗഡർ തേക്കുന്നവരെല്ലാം ഇൻവിസിബിൾ ആവുന്നതായിരിക്കും. ഇപ്പൊ നോക്കൂ. പിന്നീട് അദ്ദേഹം ചാലഞ്ച് ചെയ്തിരിക്കുന്നു ഇത് എല്ലാവരുടെ മുന്നിലും കാണിക്കാൻ പോകുമെന്ന്. ഓ, ഇൻവിസിബിൾ പൗഡറോ? ഞങ്ങൾ ഇൻവിസിബിൾ കള്ളന്മാരും ഈ ഇൻവിസിബിൾ പൗഡറും ഒന്നിച്ചു ചേർന്നാൽ എന്നാൽ ഈ ലോകം തന്നെ നമ്മൾ വാങ്ങിക്കും. ചാണ്ടി സിംഗ്, പെത്താ സിംഗ്, ഇപ്പൊ തന്നെ ആ പ്രൊഫസറുടെ വീട്ടിലേക്ക് ചെന്നിട്ട് ആ ഇൻവിസിബിൾ പൗഡർ മോഷ്ടിച്ചുകൊണ്ട് വരൂ. ഇപ്പൊ തന്നെ പോകൂ. അവര് വരുന്നത് കണ്ടില്ലേ? ഈ പ്രൊഫസർ ഇവിടെ ഇത്രയധികം ട്രാപ്സ് വെച്ചിട്ടുണ്ടോ? ഇപ്പൊ എനിക്ക് കാലെടുത്ത് വെക്കാൻ കൂടി പേടിയാവുന്നു. എങ്ങനെ നമ്മൾ മോഷ്ടിച്ചിട്ട് പോവാ ഇവിടുന്ന്? വരൂ, നമുക്ക് ഇവിടുന്ന് വേഗം ഓടി പോവാം. അതെ ചാൻസിങ്, ഓടി രക്ഷപ്പെടുന്നതായിരിക്കും വളരെ ബുദ്ധി. വരൂ, നമുക്ക് ഓടാം. പ്രൊഫസറെ, നിങ്ങൾ ഉണ്ടാക്കിയ ട്രാപ്പ് കണ്ട് പേടിച്ച് ഇവര് ഓടിക്കളഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ ഇവരെ പിടിക്കാനാ? ഇവരെ നമ്മൾ മോഷ്ടിക്കാൻ സമ്മതിച്ചാൽ മാത്രമല്ലേ മോഷ്ടിച്ച സാധനമായി ഇവളെ നമുക്ക് പിടിക്കാൻ പറ്റൂ. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? എന്നാ ശരി കേട്ടു, നീ പറയുന്നത് കേട്ട് ഞാനിപ്പോൾ എല്ലാ സിസ്റ്റവും ഡീആക്ടിവേറ്റ് ചെയ്തേക്കാം. എല്ലാ ട്രാപ്പും ഓഫ് ചെയ്തു. എല്ലാ ട്രാപ്പും ഓഫ് ചെയ്തു. ഇനി പ്രശ്നമൊന്നും ഉണ്ടാവില്ല. വിറ്റൽ സിംഗ്, ഇത് കേട്ടോ? എല്ലാ ട്രാപ്സും ഓഫായി കഴിഞ്ഞിരിക്കുക. ഇപ്പൊ നമുക്ക് ഇവിടുന്ന് ഈ ഇൻവിസിബിൾ പൗഡർ മോഷ്ടിച്ചോണ്ട് വേഗം രക്ഷപ്പെടാം. വേഗം വാ. എവിടെയാ? ഓഹോ, ഇവര് ഭയങ്കര മണ്ടന്മാരാണല്ലോ. ഇത്രയും വലിയൊരു ബോക്സ് മുമ്പിൽ വെച്ചു കൊടുത്തിട്ടും അവരത് എടുക്കുന്നില്ലല്ലോ. ഇനിയിപ്പോ എന്താ ചെയ്യാ? ആലോചിക്ക് ബട്ടു, ആലോചിക്ക്. ഐഡിയ. ഇൻവിസിബിൾ പൗഡർ മോഷ്ടിക്കാൻ വന്നിരിക്കുന്ന കള്ളന്മാരിതാ വന്നിരിക്കുന്നു. എന്റെ ചാൻസിങ്, ശരിക്കുമുള്ള ഇൻവിസിബിൾ പൗഡർ അതാണ്. ഇവന്മാരൊക്കെ നമ്മളെ പറ്റിക്കുകയായിരുന്നു. വരൂ, വേഗം പോയി രക്ഷപ്പെടാം. എന്നെ ഷൂട്ട് ചെയ്യരുത്. നിങ്ങൾക്ക് ഇൻവിസിബിൾ പൗഡർ അല്ലേ വേണ്ടത്? ദയവിച്ച് എന്നെ ഷൂട്ട് ചെയ്യരുത്. നിങ്ങൾ വേണമെങ്കിൽ ഇത് എടുത്തോളൂ. എന്നെ മാത്രം വിട്ടേക്ക്. കലക്കി കളഞ്ഞല്ലോ ബട്ടു. ഭയങ്കര ആക്ടിംഗ് ആയിരുന്നു. എന്തായാലും പ്രൊഫസർ അതിനകത്തൊരു ട്രാക്കിംഗ് ഡിവൈസ് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോ നമുക്ക് അവരെ കണ്ടുപിടിക്കാൻ പറ്റും. താങ്ക് യു പ്രൊഫസർ. വരൂ ബട്ടു. ബോസേ, ഇന്നാ പിടിച്ച ഇൻവിസിബിൾ പൗഡർ ഇത് ഞങ്ങൾ ജീവൻ പണയപ്പെടുത്തി മോഷ്ടിച്ചോണ്ട് വന്നതാ. സമാൻ, നിങ്ങൾ ഇപ്പോഴാണ് ചാട്ടി പേത്താന്ന് തെളിയിച്ചിരിക്കുന്നത്. ഇപ്പൊ നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് ജ്വല്ലറി ചെയ്യേണ്ട ആവശ്യമേ ഇല്ലല്ലോ. ഇപ്പൊ എല്ലാ ജോലിയും ഇൻവിസിബിൾ ആയി തന്നെ നമുക്ക് ചെയ്യാം. അത്ര പെട്ടെന്ന് ചെയ്താലോ? ചേട്ടാ, നിങ്ങൾ വിചാരിച്ച പോലൊന്നും കാര്യങ്ങൾ ഇനി നടക്കാൻ പോകുന്നില്ല. കാരണം ഇനി നിങ്ങൾക്ക് എന്തൊക്കെ മോഷ്ടിക്കണമെന്ന് തോന്നിയാലും അത് ജയിലിനകത്ത് ഇൻസ്പെക്ടർ മന്മാനി കണ്ടോണ്ടിരിക്കുമ്പോൾ ചെയ്താൽ മതി. നിങ്ങൾ രണ്ടുപേരും ആരാണ്? ഓർമ്മ വന്നു. ഇവര് തന്നെയല്ലേ നമ്മുടെ പ്ലാൻ അന്നൊരിക്കൽ പൊളിച്ചവര്? ഞാൻ പറയുന്നത് കേൾക്കൂ. നിങ്ങൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്താൽ എന്ത് മോഷ്ടിച്ചാലും പകുതിയായി ഭാഗിക്കാം. ഓക്കെ ആണോ? കാലക്ക് കളഞ്ഞല്ലോ. നിങ്ങളത് കണ്ടുപിടിച്ച് കളഞ്ഞു. എന്റെ പേര് ഗട്ടു എന്നാണ്. ഞങ്ങൾ തെറ്റായ കാര്യങ്ങൾ ചെയ്യാറില്ല. തെറ്റായ ആൾക്കാരുടെ കൂടെ കൂടാറില്ല. ശരി, എന്നാൽ മോഷ്ടിക്കുന്നതെല്ലാം ഈ സോനാ സിംഗിന് തന്നെ ഇരിക്കട്ടെ.
എന്തോ ഇൻവിസിബിൾ പൗഡർ വേണോ അല്ലേ? അത് ക്യാച്ച് ചെയ്തോ ബട്ടു? പിടിച്ചു, ക്യാച്ച് പിടിച്ചു കട്ടു. എന്റെ ഈശ്വരാ, ഈ ഒരു 3 പേരെ എന്നെ പിടിക്കാൻ വരുന്നത്. ഓടിക്കപ്പെട്ടു. Kick. ഞാൻ ഇൻവിസിബിളായി, ഞാൻ ഇൻവിസിബിളായി. സോനാർ സിംഗിനെ പറ്റിച്ചു അല്ലേ? ശരിക്കുള്ള പൗഡറിന് പകരം ഡ്യൂപ്ലിക്കേറ്റ് പൗഡർ തന്നിരിക്കുന്നു. ഇങ്ങനെ സംഭവിക്കാൻ വഴിയില്ലല്ലോ. ഞാൻ ശരിക്കും ഒറിജിനൽ പൗഡർ ആണല്ലോ കൊടുത്തത്. അങ്ങനെ ഒരിക്കലും സംഭവിക്കാൻ വഴിയില്ലല്ലോ. കണ്ടില്ലേ എന്റെ ക്രിയേഷൻ? സുനാർ സിംഗ് അപ്രത്യക്ഷനായി. സുനാർ സിംഗ് അപ്രത്യക്ഷനായി. ഓയ് സോനാർ സിംഗ്, നിനക്ക് ഇത്ര ധൈര്യമോ? ബട്ടുയുടെ സുഹൃത്തിനെ തന്നെ അടിച്ചോ നീ? ഞാൻ വെറുതെ ചോദിച്ചല്ലേ ഉള്ളൂ. നൂറ് സ്വർണ്ണമാണെങ്കിൽ അതിലൊന്ന് സോനാർ സിംഗിന്റേതായിരിക്കും. എന്താ മനസ്സിലായോ? ഇൻവിസിബിൾ ആയിട്ട് ആർക്ക് വേണമെങ്കിലും ഫൈറ്റ് ചെയ്യാം. ധൈര്യം ഉണ്ടെങ്കിൽ മുമ്പിൽ വന്ന് ഫൈറ്റ് ചെയ്യണോ? ഞങ്ങളുടെ ബോസിന്റെ ധൈര്യം കണ്ടോ? ഞങ്ങളുടെ ബോസിന് ആർക്കും തോൽപ്പിക്കാൻ കഴിയില്ല. ഇൻവിസിബിൾ ആയ ഒന്ന് കാണിക്കൂ. ഓഹോ, അങ്ങനെയാണല്ലേ? എന്നാ പിടിച്ചു. എടാ മഹാഭാവികളെ, ഞാൻ ധൈര്യത്തോടെ മുൻപിലേക്ക് വന്നതല്ല. ഈ പൗഡർ ഡ്യൂപ്ലിക്കേറ്റ് ആണ്. ഈ പൗഡറിൽ എന്താ മിക്സ് ചെയ്തിരിക്കുന്നെന്ന് അറിയില്ല. കണ്ടില്ലേ, ഇപ്പൊ പൗഡറിന് പവർ ഇല്ലാതെ പോയിരിക്കുന്നു. എന്നെ അത് പക്ഷേ പൗഡറിന്റെ എഫക്ട് കുറച്ചു നേരം മാത്രമേ ഉണ്ടാവൂ. ആ ബോക്സ് കുറച്ചുകൂടി പൗഡർ കൊണ്ടുവന്നിടൂ. അത് എങ്ങനെയെങ്കിലും തേടി അന്വേഷിച്ച് കണ്ടുപിടിക്കൂ. വേഗം വേഗം നോക്കൂ, വേഗം അന്വേഷിച്ച് കണ്ടുപിടിക്കൂ. എല്ലാവരും ഇൻവിസിബിൾ ആയി. എന്റെ അമ്മ. ആരാത് എന്നെ തല്ലുന്നത്? തല്ലരുത്, എന്നെ തല്ലരുത്, എന്നെ തല്ലരുത്. പിടിച്ചോ. ഇപ്പൊ എങ്ങനെയുണ്ട്? ഇതെങ്ങനെ സംഭവിച്ചു? സൂപ്പർ ഗട്ടു, ബട്ടുയുടെ പണി തീർന്നു. ഇനിയെല്ലാം നിന്റെ കയ്യിലാണ്. താങ്ക് യു ബട്ടു. നമുക്ക് ഇപ്പൊ കാണിച്ചു കൊടുക്കാം ഗട്ടു ബട്ടുവിന്റെ ഫ്രണ്ട്ഷിപ്പിന്റെ മുമ്പിൽ എനിമീസ് ഒന്നും അല്ലെന്ന്. എന്റെ സോനാർ സിംഗ് ചേട്ടാ, ഇനി നിങ്ങൾക്ക് ജയിലിൽ പോയി കിടക്കാം. മൻമാനി സാറേ, ദാ ഇവരെ വിളിച്ചോണ്ട് പോ. ഇവർക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് ജയിലിൽ കിടക്കുന്നത്.
Hands up! ചമ്പക് സിംഗ് ചായ തരൂ. ആരെങ്കിലും ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചാൽ ഞാൻ നിങ്ങളെ ഓടി വന്ന് പിടിക്കുന്നതായിരിക്കും. ചായ റെഡിയായി സാറേ.